യെസ്, അതാണ് കസ്റ്റമേഴ്സിൻ്റെതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം. കാരണം അതിന് മുമ്പുള്ള പരിഷ്കരണത്തിൽ നമുക്കറിയാം കസ്റ്റമേഴ്സിന് ലാഭമാകുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം. കാരണം ഇത് കമ്പനികൾ കസ്റ്റമേഴ്സിന് നൽകുമോ ഈ വിലക്കുറവ് എന്നുള്ളതാണ്. കാരണം അവർ ഇനി ആദ്യം വില കുറയ്ക്കും, പിന്നീട് ഈ ബ്രാൻഡിന്റെ പേര് ഇല്ലെങ്കിൽ ആ സാധനത്തിന്റെ പേര് മാറ്റുന്നു, വില കൂട്ടി കമ്പനികളിലേക്ക് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ലാഭവും കസ്റ്റമേഴ്സിന് കിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം മറുവശത്തുണ്ട്. അത് അറിയുന്നവരാരും പെട്ടെന്ന് തുതിപ്പെട്ട് സാധനങ്ങൾ വാങ്ങാൻ എത്തില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് കുറച്ചുകൂടി കൈകാര്യം ചെയ്യുന്ന രീതി കുറച്ചുകൂടി സേഫ് ആയിരിക്കണം എന്നതുകൂടിയാണ് ഈ GSTയിൽ നിന്ന്, ഈ പരിഷ്കരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നിന്ന് അനീസ് ഉണ്ട്. വാഹന വിപണിയിലെ കാര്യങ്ങളാണ് അനീസ് അലി പങ്കുവെക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ട പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി GST ഇളവ് പ്രഖ്യാപിച്ചത്. ഇന്ന് മുതലാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്. ഇത് പ്രധാനമായും പാലുൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ മരുന്ന്, അതുപോലെ തന്നെ വാഹന വിപണി, ഇവിടെയാണ് കാര്യമായ ഒരു സ്വാധീനം ഇതുണ്ടാക്കുക. വലിയ തരത്തിൽ വില കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ആപ്കോ ഹ്യൂണ്ടായിലാണ്. ഇവിടെ സെയിൽസ് മാനേജറും മാർക്കറ്റിംഗ് മാനേജറും നമ്മളൊപ്പം ഉണ്ട്. മാർക്കറ്റിംഗ് മാനേജർ ഷംറാസ് ആണ് അല്ലേ? എന്താണ് ഇപ്പോൾ ഇന്ന് വലിയ തരത്തിൽ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടോ? അതെ, GST 2.0 എന്ന് പറയുന്ന ഒരു അത്ര തന്നെ വരുന്ന ഒരു നല്ലൊരു മാറ്റമാണിത് ഓട്ടോമൊബൈൽ ഫീൽഡിന് ഉണ്ടാകുക. കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ തന്നെ ഒരു ബെനിഫിറ്റ്സ് ആണ് വരുന്നത്. അതായത് ടാക്സിൻ്റെ ഈ ബെനിഫിറ്റ്സ് കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് കിട്ടുന്നതാണ്. നല്ലൊരു മാറ്റമായിരിക്കും അത്. ഓട്ടോമൊബൈൽ ഫീൽഡിലും അതൊരു നല്ലൊരു നേട്ടമായിരിക്കും. ആളുകൾ കഴിഞ്ഞ കുറച്ചായിട്ട് ഈ വാഹനം വാങ്ങുന്നത് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? അതെ 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 ഈ GST 2.0ന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പല കസ്റ്റമേഴ്സ് ഒന്നും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ബെനിഫിറ്റ്സ് പ്രാബല്യത്തിൽ വരാം. അതെ 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 അത് വരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്ന് മുതൽ അത് അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ രജിസ്ട്രേഷനും ഞങ്ങളെ ബില്ലിംഗ് എല്ലാം ഇന്ന് മുതൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് ആ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. സെയിൽസ് മാനേജർ ചേരുന്നുണ്ട്. അത് ഇപ്പോൾ ഈ ഒരു ഇളവ് പ്രഖ്യാപിക്കുമ്പോൾ വലിയ തരത്തിൽ കച്ചവടം എങ്ങനെ കൂടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കൂടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. കാരണം ഞങ്ങൾ ഇത് ഇന്ന് മുതലാണ് ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് മുതൽ. കാരണം GST പ്രൈസിങ് നമുക്ക് ഇന്നാണ് ചെയ്യാൻ പറ്റാതെ. 2022 മുതലാണ് നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞ മുതൽ കസ്റ്റമേഴ്സ് എല്ലാം വെയിറ്റിംഗ് ആണ്. എല്ലാം ബുക്കിംഗ് എല്ലാം നമുക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷേ നമുക്ക് വരുന്നത് വെച്ചാൽ രജിസ്ട്രേഷൻ മാത്രം പെൻഡിങ് ഇട്ടിട്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മുതൽ നല്ലൊരു ബൂമിംഗ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഈ വിലയുടെ കാര്യത്തിൽ സാധാരണക്കാർക്ക് വലിയ വ്യത്യാസം വരുന്നുണ്ടോ? വലിയ വ്യത്യാസം വരുന്നുണ്ട്. കാരണം നമുക്ക് ഏകദേശം 72,000 മുതൽ 1,00,000 മുകളിൽ 1,23,000 1,23,000 വരെയുള്ള എമൗണ്ടിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ കസ്റ്റമേഴ്സിന് എല്ലാ തരത്തിലും ബെനിഫിറ്റ് ആണ്. അതുകൊണ്ടാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു ചേഞ്ചസ് നമുക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. തീർച്ചയായും ഇപ്പോൾ വാഹനങ്ങൾ ഇല്ലാത്ത ആളുകൾ പൊതുവെ കുറവാണ് ഇന്ത്യയിൽ. പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിലും വലിയ തരത്തിൽ വാഹനങ്ങളുണ്ട്. ആളുകൾ ഇനിയും വാഹനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തരത്തിൽ ഉപകാരപ്പെടും. 7 വർഷം മുമ്പ് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് GST പ്രഖ്യാപിച്ചത്. അത് വലിയ തരത്തിൽ ഒരു തിരിച്ചടി ആയിരുന്നു. പക്ഷെ അതിലിപ്പോൾ ഒരു ഇളവ് വരുമ്പോൾ അത് വലിയ പ്രതീക്ഷയാണ് വാഹന വിപണിക്ക് നൽകുന്നത്. എന്താ ആളുകളുടെ ഒരു ഇപ്പം തന്നെ ആളുകൾ വന്ന് തുടങ്ങി? അതെ അതെ, ഷോറൂമിൽ എല്ലാവരും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വരുന്നുണ്ട്. ഓൾറെഡി ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സ് രജിസ്ട്രേഷനിലേക്കും വണ്ടി ഡെലിവറി എടുക്കുന്നതിൽ പ്രോസസ്സിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ ഇതേക്കുറിച്ച് വലിയ അവെയർ അല്ല എന്ന തരത്തിലുള്ള അങ്ങനെ ഇല്ല എന്നാണല്ലോ മനസ്സിലാവുന്നത് അല്ലേ? ആളുകൾ വലിയ ബോധവാന്മാരാണ്. അതെ അതെ അതെ, ആളുകൾക്ക് എല്ലാ ഡീറ്റെയിൽസ് അറിയുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നല്ലൊരു ഇമ്പാക്റ്റാണ് ഈ കസ്റ്റമേഴ്സിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഡീലേഴ്സും എല്ലാ മാനുഫാക്ചേഴ്സും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാ രീതിയിലും എല്ലാം ഞങ്ങളിപ്പോൾ ന്യൂസിലായാലും അതുപോലെ തന്നെ ഓൾറെഡി എല്ലാ ഓഡിയോ എല്ലാ മീഡിയയിൽ വരെ ഫുൾ കവറേജ് കൊടുക്കുന്നുണ്ട്. ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, അതുപോലെ തന്നെ മറ്റ് ചെറുകിട സംരംഭകർ, അവരൊക്കെ ഇതേക്കുറിച്ച് വലിയ ബോധവാന്മാരാണ്. അവരതിനനുസരിച്ചിട്ടുള്ള അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് ഓട്ടോമൊബൈലിൻ്റെ മൊത്തം എല്ലാം ഓട്ടോമൊബൈൽ, ഞാൻ പറയുന്നത് ഓട്ടോമൊബൈലിൽ മാത്രം വെച്ച് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും, അതായത് കസ്റ്റമേഴ്സിന് അത്രയും ബെനിഫിറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, പിന്നെ ഞങ്ങളും ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കൂടുന്ന അനുസരിച്ചിട്ട് തന്നെ ഈ ബിസിനസ്സും ഡെവലപ്പ് ആവും. ബിസിനസ് ഗ്രോ അതിനനുസരിച്ചിട്ട് തന്നെ ഞങ്ങൾ മൊത്തം എല്ലാ ഏരിയയിലും ഞങ്ങൾ കവർ ചെയ്യും. സർവീസ് ആയാലും സെയിൽസ് ആയാലും ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും മൊത്തം അതൊരു നല്ലൊരു മാറ്റമാണ് അത് വരുന്നത്.
തീർച്ചയായും ഇതിപ്പം കച്ചവടത്തിൽ വലിയ വർധനവുണ്ടാവുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പർച്ചേസിങ് പവർ കൂടുന്നു. കാരണം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പൈസയിൽ നിന്ന് വാങ്ങാവുന്ന സാധനങ്ങളുടെ അളവ് കൂടുന്നു എന്നത് മാർക്കറ്റിനെ തന്നെ വലിയ തരത്തിൽ ബൂം ചെയ്യും. അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും വലിയ തരത്തിൽ സ്വാധീനിക്കും. എല്ലാ തരത്തിലും ഗുണകരമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ കച്ചവടവുമായി ബന്ധപ്പെട്ട്? സാധാരണ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന വെച്ചാൽ നമ്മുടെ ഓണം പോലുള്ള മാസങ്ങളാണ് നമ്മൾ വലിയൊരു സെയിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പം വരുന്നത് എന്താ വെച്ചാൽ ഓണത്തിനേക്കാളും വലിയൊരു ഗിഫ്റ്റായിട്ടാണ് ഈ GST എന്നുള്ളൊരു സംഭവം നമുക്ക് വന്നിരിക്കണേ. ഇപ്പോൾ കസ്റ്റമേഴ്സിനായാലും നല്ല ബെനിഫിറ്റാണ് വരുന്നത്. ഇപ്പോൾ ഇത്ര നാൾ വണ്ടി എടുക്കാതെ കാത്തിരുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഈ ഒരു GSTക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും വെച്ചാൽ വലിയൊരു ബൂമിങ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിനും ബെനിഫിറ്റുണ്ട്. നമ്മൾ എല്ലാ തരത്തിലും നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു ഗ്രോത്താണ് വരുന്നത്. GST പോലുള്ള സംഭവങ്ങളിൽ മാറ്റം വരുമ്പം ഇൻഡസ്ട്രി തീർച്ചയായും ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ മാത്രമല്ല, ഹ്യുണ്ടായി മാത്രമല്ല, ഓൾ ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ എന്തായാലും വരാൻ. തീർച്ചയായും ഇത് ഒരു ഇരുചക്ര വാഹനത്തിന് അപ്പുറത്തേക്കുള്ളതൊക്കെ ഒരു ആഡംബര വസ്തുവായിട്ട് കരുതിയിരുന്നൊരു കാലം കഴിഞ്ഞിരിക്കുന്നു. ഈ കാറൊക്കെ ഒരു അവശ്യ വസ്തുവായി മാറിയിരുന്നു. അതിൽ GST ആയിരുന്നു ഒരു തിരിച്ചടിയായിട്ട് വലിയൊരു തരത്തിൽ ആളുകളെ ബാധിച്ചിരുന്നത്. കാരണം 7 വർഷം മുമ്പ് GST പ്രഖ്യാപിച്ചപ്പോൾ വലിയ സാമ്പത്തികമായ ബാധ്യത അതുണ്ടാക്കും എന്ന് വന്നിരുന്നു. ഇപ്പോൾ GSTയിൽ വലിയ തരത്തിൽ ഒരു ഇളവ് വരുന്നുണ്ട്. അത് വലിയ ഗുണം ചെയ്യും എന്നാണ് കച്ചവടക്കാരും അതുപോലെ തന്നെ സാധാരണക്കാരും പ്രതീക്ഷിക്കുന്നത്. അതേക്കുറിച്ച് ബോധവാന്മാരുമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി ഇവർ കാത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ കർണാടക സർക്കാർ പോലെയുള്ള സംസ്ഥാന സർക്കാരുകൾ ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. അത് അടിസ്ഥാനപരവുമാണ്. അത് കേന്ദ്ര സർക്കാർ പരിഗണിക്കേണ്ടതുമാണ്. അതേസമയം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളവും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പലതരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഇത് പ്രതീക്ഷയോടെ തന്നെയാണ് വ്യാപാര സമൂഹവും അതുപോലെ ഉപഭോക്തൃ സമൂഹവും കാണുന്നത്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്. അനീസ് പറഞ്ഞതുപോലെ ഇതിൽ കുറച്ച് ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കാര്യത്തിൽ കുറച്ചുകൂടി ക്ലാരിറ്റികൾ വരുത്തേണ്ടതുണ്ട്. ഈ GST അത് വളരെ കാര്യക്ഷമതയും സുതാര്യതയും ഒക്കെ വർദ്ധിപ്പിക്കുമെന്നൊക്കെയായിരുന്നു കേന്ദ്ര സർക്കാർ 2017 പറഞ്ഞിരുന്നത്. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ അവകാശവാദങ്ങളൊക്കെ ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ ആശയക്കുഴപ്പവും ആശങ്കയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിപ്പോഴും ബാക്കിയാണ്. ഇനി ഇത് വിപണിയെ ബാധിക്കുമോ എന്നൊക്കെയുള്ളതാണ്. ഈ നികുതി ഇളവിൽ വിപണി വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ എങ്ങനെയായിരിക്കും, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ളത് കണ്ടറിയണം. നികുതി ഇളവിന്റെ ഗുണം അത് ജനങ്ങൾക്ക് തുടർന്ന് ഉറപ്പാക്കാനുള്ള സർക്കാരുകളുടെ നിരന്തര നിരീക്ഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.